തൊഴിലാളികളെ തിരിച്ചെടുക്കണമെന്നാവശ്യപ്പെട്ട് KMML മുന്നിൽ പ്രതിഷേധ യോഗം നടത്തി. DCW തൊഴിലാളികളെ തിരിച്ചെടുക്കണമെന്നാവശ്യപ്പെട്ട് സമരം നടത്തിയ 4 തൊഴിലാളികളെ നോട്ടീസ് നൽകാതെ കമ്പനി അധികൃതർ പുറത്തു നിർത്തിയിരിക്കുകയാണ്. ഇവരെ തിരിച്ചെടുക്കണമെന്നാവശ്യപ്പെട്ടാണ് പ്രതിഷേധം സംഘടിപ്പിച്ചത്. DCW തൊഴിലാളികളെ സ്ഥിരപ്പെടുത്തണമെന്നാവശ്യപ്പെട്ട KMML മുന്നിൽ 66 ദിവസം സത്യാഗ്രഹ സമരം നടന്നിരുന്നു. 3 ദിവസം നിരാഹാര സമരവും നടത്തി. ഇതേ തുടർന്ന് സമരത്തിന് നേതൃത്വം നൽകിയ വിനോദ് വിജയ്, ലാൽ സോളമൻ, മഹേഷ് അഞ്ജലി, രതീഷ് പുന്തല എന്നിവർക്ക് ഷോക്കോസ് നോട്ടീസോ സസ്പെൻഷനോ നൽകാതെ കമ്പനി പുറത്തു നിർത്തിയിരിക്കുകയാണ്. കഴിഞ്ഞ 19 ദിവസമായി പുറത്തു നിർത്തിയിട്ടുള്ള തൊഴിലാളികളെ തിരിച്ചെടുക്കണം എന്നാവശ്യപ്പെട്ടാണ് പ്രതിഷേധ യോഗം സംഘടിപ്പിച്ചത്. DCC പ്രസിഡന്റ് P. രാജേന്ദ്ര പ്രസാദ് പ്രതിഷേധ യോഗം ഉദ്ഘാടനം ചെയ്തു. അവരാവശ്യപ്പെടുന്നത് അവരുടെ സേവന വേതന വ്യവസ്ഥകളിൽ അല്ലെങ്കിൽ ശമ്പളത്തിൽ, നാടൻ ഭാഷയിൽ പറഞ്ഞാൽ അവർക്ക് കൊടുക്കുന്ന കൂലി, അങ്ങനെയാണല്ലോ മാനേജ്മെന്റ് കാണുന്നത്, വർധനവ് വേണമെന്നുള്ളതാണ്. അത് നീതിപൂർവമായ ഒരു ഡിമാൻഡാണ്. അവരുടെ ശമ്പളത്തിൽ വർധനവ് വേണം. എന്തുകൊണ്ട്? ജീവിത നിലവാര സൂചികയിൽ വലിയ വർധനവ് ഉണ്ടായിരിക്കും. ഞങ്ങളെ പോലെയുള്ള, ഞാൻ പെൻഷൻ വാങ്ങിക്കുന്ന ആളാണ്, സർക്കാർ സർവീസിലെ ജീവനക്കാരുണ്ട്. 21% DA കുടിശ്ശികയാക്കിയിരിക്കുന്ന സർക്കാരാണ്. എങ്ങനെയാണ് ആ DA നിശ്ചയിക്കുന്നത്? ജീവിത നിലവാര സൂചികയുടെ അടിസ്ഥാനത്തിലാണ്. സാധനത്തിന്റെ വില വർധനവ്, ഓരോ സാധനത്തിന്റെയും വില വർധനവ്, ജീവിക്കുന്നതിന് ആവശ്യമായ ചെലവിൽ വരുന്ന വർധനവ്, ആ വർധനവ് ഉണ്ടാകുമ്പോൾ നിയമപരമായി സൃഷ്ടിക്കപ്പെട്ട വ്യവസ്ഥകളുടെ അടിസ്ഥാനത്തിൽ അതിന്റെ ബന്ധപ്പെട്ട അധികാരികൾ അന്വേഷണം നടത്തി DA വർദ്ധിപ്പിച്ചു കൊടുക്കണമോ തീരുമാനിക്കുന്നു. ആ കേന്ദ്ര ഗവൺമെന്റ് ചെയ്യുന്നു, സംസ്ഥാന ഗവൺമെന്റ് ചെയ്യുന്നു. തൊഴിൽ ചെയ്യുന്ന ഏത് തൊഴിലാളിക്കും അവരുടെ ശമ്പളത്തിൽ കാലത്തിനനുസരണമായ വർധനവിനുള്ള അവകാശമുണ്ട്. അതൊരു മൗലിക അവകാശമാണ്. ആ മൗലികമായ അവകാശം ഈ മാനേജ്മെന്റ് ചെയ്യണ്ടേ, ഈ സർക്കാർ ചെയ്യണ്ടേ? അങ്ങനെ ചെയ്യാത്തത് കൊണ്ടാണ് ഈ കരാർ തൊഴിലാളികൾ കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി യോജിച്ച് ഒന്നിച്ചു നിന്ന് 79 ദിവസം ഈ ഫാക്ടറി പണിക്കൽ സമരം നടത്തി. ആ സമരത്തിൽ നിന്ന് ഒരാൾ പോലും അന്നുവരെ പിരിഞ്ഞു പോയില്ലല്ലോ. ആ സമരത്തിന് ആധാരമായ വിഷയങ്ങളാണ് പലതവണ മന്ത്രി വിളിച്ചു കൂട്ടിയ കോൺഫറൻസിൽ, ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരുമായിട്ടുള്ള ചർച്ചയിൽ ഒക്കെ ചർച്ച ചെയ്യപ്പെട്ടു. അവിടെ ചെറിയ ധാരണകൾ ഉണ്ടാക്കി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷെ അതിനിടയിൽ സമരത്തിന് നേതൃത്വം കൊടുത്ത ഞങ്ങളുടെ തൊഴിലാളികളെ, 4 തൊഴിലാളികളെ, കോൺഗ്രസുകാരായ തൊഴിലാളികളെ, IMDC-കാരായ തൊഴിലാളികളെ സസ്പെൻഡ് ചെയ്യാനുള്ള കാരണം എന്താണ്? അത് അംഗീകരിച്ച് ഞങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല. INTUC ദേശീയ സെക്രട്ടറി K. സുരേഷ് ബാബു അധ്യക്ഷത വഹിച്ചു. അല്ലാതെ തൊഴിലുറപ്പിനായിട്ട് സമ്മതിക്കുന്നില്ല എന്ന് മാത്രമല്ല, ഇതിനകത്ത് ജോലി ചെയ്യാൻ കേരള സാഹചര്യം ഉണ്ടാക്കാതെ ഞങ്ങൾ അവകാശമായി തൊഴിലവകാശം ഏറ്റെടുക്കുന്നതിനകത്ത് കയറി ഈ ദുഷ്ടപ്രവർത്തിക്കെതിരെ ശബ്ദമുയർത്തുന്ന നമ്മളെ ഈ നാട്ടിലെല്ലാം എല്ലാ തൊഴിലാളികളും. കോലത്ത് വേണുഗോപാൽ, അഡ്വക്കേറ്റ് CP സുധീഷ് കുമാർ, അഡ്വക്കേറ്റ് സുരേഷ് കുമാർ, R. അരുൺരാജ്, സന്തോഷ് തുപ്പാശ്ശേരി, R. ജയകുമാർ, ഗിരീഷ് മേച്ചേഴത്ത, സലാഹുദ്ദീൻ കിണർവിള, അൻവർ കാട്ടിൽ, നിഷ സുനീഷ്, ജയപ്രകാശ്, ജയചന്ദ്രൻ, അജയൻ ഗാന്ധിത്തറ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ചവറ.